ലോക മാധ്യമ ചരിത്രത്തിൽ വേറിട്ടൊരു തെരഞ്ഞെടുപ്പ് പ്രവചനവുമായി വന്നിരിക്കുകയാണ് i2i ന്യൂസ്. എന്താണ് ഇതിൻ്റെ വിശദാംശങ്ങൾ എന്ന് നമുക്ക് പരിശോധിക്കാം. സുനിൽ, വോട്ടെടുപ്പ് കഴിഞ്ഞ ദിവസം തന്നെ പ്രീ പോൾ വന്നു. അതിനുശേഷം കഴിഞ്ഞ ദിവസം എക്സിറ്റ് പോൾ ഫലം വന്നു. ഏതാണ്ട് 8ഓളം ഏജൻസികളാണ് എക്സിറ്റ് പോൾ ഫലവുമായി ബന്ധപ്പെട്ട് പ്രവചനം നടത്തിയിരിക്കുന്നത്. എന്താണ് ലോക മാധ്യമ ചരിത്രത്തിൽ എന്ന് നമ്മൾ തന്നെ നമ്മുടെ ഈ ഒരു തെരഞ്ഞെടുപ്പ് വിശേഷിപ്പിക്കാനുള്ള കാരണം എന്താണ്? അതിൻ്റെ സ്വഭാവം ഹരി സൂചിപ്പിച്ചതുപോലെ ലോക ചരിത്രത്തിൽ ഒരു പത്രമാധ്യമ സ്ഥാപനങ്ങളും ഇതുപോലൊരു പ്രവചന മത്സരം ഈ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് നടത്തിയിരിക്കുവാൻ സാധ്യതയില്ല. സൂചിപ്പിച്ചതുപോലെ എക്സിറ്റ് പോള്, പ്രീ പോള്, പലതരത്തിലുള്ള പോളുകൾ എല്ലാം നമ്മൾ വന്നു കഴിഞ്ഞു. അന്നേരം ഓരോരുത്തരും അവരുടേതായ പ്രവചനങ്ങൾ നടത്തിയിരിക്കുകയാണ്. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, കേരളത്തിൽ ഇന്ന് ലോകത്തിൽ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ പ്രവാചകന്മാരും അപ്പോസ്തലന്മാരും ആൾദൈവങ്ങളും ഒക്കെയുള്ളൊരു നാടാണ്. അന്നേരം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്, ലോകത്തിൽ എന്തിനെക്കുറിച്ചും ഇവർ പ്രവചിക്കും. സകലമാന വിഷയത്തെക്കുറിച്ചും പ്രവചിക്കും. അത്ഭുത രോഗശാന്തികൾ ഇവർ നടത്തും. എല്ലാ രോഗങ്ങൾക്കും, കുഴിനകത്തിന് മുതൽ ക്യാൻസർ രോഗങ്ങൾ വരെ, ബ്രെയിൻ ട്യൂമർ വരെ ഇവർ മാറ്റിക്കളയും. അതുപോലെ ഗർഭസ്ഥ ഭ്രൂണത്തിൻ്റെ കളറും അത് എന്തായിരിക്കും വരെ, ഒരു മനുഷ്യൻ്റെ മുടിയിൽ, തലയിൽ എത്ര മുടിയുണ്ടെന്ന് വരെ പ്രവചിക്കുന്ന ഫോറൻസിക് പാസ്റ്റർമാർ വരെയുള്ള നമ്മുടെ നാടാണ്. അന്നേരം ഇത്രയും കഴിവുറ്റ ആളുകളോടൊപ്പമാണ് ഈ പറയുന്ന കേരളത്തിന് പുറത്തുള്ള പല പല പ്രവചന ഏജൻസികൾ ഇവിടെ വരിക. എന്നിട്ട് ഇവരിവിടെ എന്തുമാത്രം കഷ്ടപ്പെട്ട ആളുകളെ സാമ്പിളിങ് എടുക്കുന്നു, അത് ടാബുലേറ്റ് ചെയ്യുന്നു. അത്തരത്തിലുള്ള വളരെ ലബോറിയസ് ആയിട്ടുള്ള പണി ചെയ്ത് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഇവർ പ്രവചിച്ചിരിക്കുകയാണ്. ഇതൊന്നും വേണ്ട, കണ്ണടച്ച് തങ്ങളുടെ ദിവ്യശക്തി കൊണ്ട് കൃത്യമായ പ്രവചനം നടത്തുവാൻ സാധിക്കുന്ന ഇത്രയും അപ്പോസ്തലന്മാരും പാച്ചർമാരുമുള്ള നമ്മുടെ നാട്ടിൽ ആൾദൈവങ്ങൾ വേറെ. അന്നേരം എല്ലാ കാറ്റഗറി ഐറ്റപ്പുഴകളും ഉള്ള ഈ നാട്ടിൽ ഇവർക്കൊരു അവസരം കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. അന്നേരം സാധാരണക്കാരൻ്റെ ശബ്ദം എന്ന് i2 ന്യൂസ് പറയുന്നത് പോലെ തന്നെ ഇത്തരത്തിലുള്ള നമ്മുടെ ലോക്കലായിട്ടുള്ള ഈ കൂതാശ കുർബാന തൊപ്പി തൊഴിലാളികൾ, പ്രവാചകൾക്കൊക്കെ നമ്മളൊരു അവസരം കൊടുക്കുക എന്നൊരു ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ഇപ്രകാരം ഒരു പ്രവചന മത്സരം നടത്തുന്നത്. എങ്ങനെയാണ് ഈ മത്സരത്തിൽ പങ്കെടുക്കാൻ കഴിയുക ഒരു പ്രവചന തൊഴിലാളി? ഇതിനകത്ത് ഒറ്റ യോഗ്യതയെ നമ്മൾ ആവശ്യപ്പെടുന്നുള്ളൂ. ഈ മത്സരത്തിൽ, ഈ പ്രവചന മത്സരത്തിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ മിനിമം ഒരു പ്രവാചകനായിരിക്കണം, അപ്പോസ്തലനായിരിക്കണം, അല്ലെങ്കിൽ ഒരു പാച്ചറായിരിക്കണം, അല്ലെങ്കിൽ ഒരു കൂറുദാശ കുർബാന തൊപ്പിത്തൊഴിലാളി ആയിരിക്കണം, ഒരു ആൾദൈവമായിരിക്കണം. അതായത് ജാതി മതമൊന്നുമില്ല, ഒന്നുമില്ല. ഏത് ജാതിയോ ഏത് മതമോ ഏത് വർഗമോ ഏത് പ്രായത്തിലുള്ളവരായിക്കോട്ടെ അവർക്ക് ഈ മത്സരത്തിൽ പങ്കെടുക്കാം. അന്നേരം അവർ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. അതായത് ഈ 140 മണ്ഡലങ്ങളിൽ ആര് വിജയിക്കും, ആര് 2ാം സ്ഥാനത്തെത്തും, ആര് 3ാം സ്ഥാനത്തെത്തും, അവരുടെ വോട്ട് നില എത്രയാണ്, ആരായിരിക്കും മുഖ്യമന്ത്രി, ആരായിരിക്കും സ്പീക്കർ, ഇത്രയും കാര്യം മാത്രം പ്രവചിച്ചാൽ മതി. ഇവരെ സംബന്ധിച്ചിടത്തോളം സിമ്പിൾ. ഈ പറയുന്ന ഏജൻസികളൊക്കെ മാസങ്ങളായി ഓടി നടന്ന് വെയിലത്ത് സാമ്പിളിംഗ് ഒക്കെ നടത്തി ഊപ്പാട് വന്ന സമയത്ത് ഇവന്മാർ 5 മിനിറ്റ് കണ്ണടച്ചിരുന്ന് പ്രാർത്ഥിച്ച് അവരുടെ ഉള്ളിൽ തോന്നുന്ന കാരണം പ്രവാചകന്മാരാ, ദീർഘദർശികളാണ്, കാലഘട്ടത്തിന് മുമ്പേ സഞ്ചരിക്കുന്നവന്മാരാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു കണ്ണടച്ച് ഒരു 10 മിനിറ്റ് കൊണ്ട് ഇത് പടപടാന്ന് അവരുടെ ഞാൻ ദൃഷ്ടിയിൽ തെളിയുന്ന ഈ സാധനങ്ങളൊന്ന് കുറിച്ച് വെച്ചിട്ട് ഈ താഴെ കാണുന്നത്, നമ്മുടെ ഈ ചർച്ചയ്ക്ക് താഴെ നമ്മുടെ നമ്പർ കൊടുത്തിട്ടുണ്ട്, 9746114444 എന്ന് താഴെ സ്ക്രോൾ ചെയ്യുന്ന നമ്പറിലേക്ക് അവരൊന്ന് വിളിച്ചു പറയാൻ അവർക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കമൻ്റായിട്ട് ഇടുകയോ ചെയ്താൽ മാത്രം മതി. കറക്റ്റ് ആവുന്നവർക്ക്. എന്താണ് സുനിൽ, ഈ അഥവാ പങ്കെടുക്കാൻ ആരെങ്കിലും തയ്യാറായി വന്നു കഴിഞ്ഞാൽ അവർക്ക് കൊടുക്കുന്ന സമ്മാനം എന്താണ്? തീർച്ചയായിട്ടും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വളരെ ചെറിയ സമ്മാനങ്ങളൊന്നും കൊടുക്കത്തില്ല. ഡീസൻ്റ് ആയിട്ടുള്ള സമ്മാനമാണ് നമ്മൾ. എന്താണത്? കാരണം ഇതൊരു സംസ്ഥാനത്തിൻ്റെ ഭാവി പ്രവചിക്കുന്ന ഒരു വലിയ പ്രവചന മത്സരമാണ്. അന്നേരം ഇതിലൂടെ നമ്മൾ 2 അവസരങ്ങളാണ്. ഒന്ന് ടാഞ്ചിബിളായിട്ട് ഇൻടാഞ്ചിബിളായിട്ടുള്ള 2 ബെനിഫിറ്റ്സ് ആണ് കൊടുക്കുന്നത്. ഒന്ന് ടാഞ്ചിബിളായിട്ടുള്ള, അറിയാമല്ലോ, ഇതിൻ്റെ എല്ലാം മൂല കാരണം എന്ന് പറഞ്ഞാൽ എന്താ അറിയാമല്ലോ, വയറ്റിപ്പഴപ്പിന് വേണ്ടിയുള്ള പരിപാടിയാണ്. അന്നേരം അതുകൊണ്ട് തന്നെ നമ്മൾ അതുകൂടെ പരിഗണിച്ച് ഈ പ്രവചന മത്സരത്തിൽ 1ാം സ്ഥാനത്തെത്തുന്ന ആ പ്രവാചകന് നമ്മൾ കൊടുക്കുന്നത് 1 കോടി രൂപയാണ്. 1 കോടി രൂപ, 1-2 രൂപയോ 1-2 ലക്ഷമോ അല്ല, 1 കോടി രൂപ നമ്മൾ സമ്മാനം കൊടുക്കും. പ്രൊവൈഡഡ് അവർ കൃത്യമായിട്ട് പ്രവചിക്കേണ്ടുന്ന കാര്യം എന്ന് പറയുന്നത് ഇതാണ്. ഓരോ മണ്ഡലം തിരിച്ച്
ആര് വിജയിക്കും, ആര് രണ്ടാം സ്ഥാനത്തെത്തും, ആര് മൂന്നാം സ്ഥാനത്തെത്തും, ഇവരുടെ വോട്ട് നില എത്രയാണെന്ന് സിമ്പിളായിട്ട് പ്രവചിക്കുക. മുഖ്യമന്ത്രി ആരാണെന്ന് പറയുക, സ്പീക്കർ ആരാണെന്ന് പറയുക. പറഞ്ഞ ഉടൻ തന്നെ ഇട്ട് കൊടുക്കും. അന്ന് ഈ നമ്മുടെ തെരഞ്ഞെടുപ്പിന്റെ 4-ാം തീയതി വന്നു കഴിഞ്ഞാൽ 5-ാം തീയതിയിലേക്ക് നമുക്ക് കൃത്യമായിട്ട് ഇത് ആരാണെന്ന് കണ്ടെത്താൻ സാധിക്കും. 5-ാം തീയതി നമ്മൾ പ്രഖ്യാപനം നടത്തും. 6-ാം തീയതി നമ്മൾ ഈ തുക ഒരു വലിയ ചടങ്ങ്, ഈ കുറഞ്ഞ സമയം കൊണ്ടാണെങ്കിലും ഒരു വലിയ ചടങ്ങ് നമ്മൾ സംഘടിപ്പിച്ച് അതിൽ വെച്ച് ഈ പ്രവാചകന് നമ്മൾ അവാർഡ് കൊടുക്കും. പക്ഷെ നമ്മളൊരു ഏറ്റവും പ്രധാനമായിട്ടും ഭാര്യയോട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഇത്രയും ദിവസം കാത്തിരുന്നത് ഇത്രയും പ്രവാചകന്മാർ ഇവിടെ ഉണ്ട്, ഇത്രയും അപ്പോസ്തലന്മാരും ഇത്രയും പ്രവാചകരുണ്ട്. ഒന്ന് കുറുവാസനൻ ജോസഫ്, കുറുവാസനത്തിൽ ഒരു 10-15,000 സ്ത്രീകൾ എല്ലാ ദിവസവും വരുന്നുണ്ട്. ഇവരുടെ സകല ഭാവി പ്രവചനങ്ങളും വരാൻ പോകുന്ന സംഭവങ്ങളും എല്ലാം പ്രവചിക്കുന്ന കുറുവാസനൻ ജോസഫെങ്കിലും നമ്മളെ വിളിക്കൂ, ഇത് പ്രവചിക്കുമെന്ന് നമ്മൾ ഓർത്തു. പ്രവചിച്ചില്ല. അതുപോലെ തന്നെ മറ്റേ വട്ടായി, അതുപോലെ തന്നെ നമ്മുടെ ഉടായ്പ് പാച്ചർ, നമ്മുടെ മറ്റേ കൊട്ടാരക്കരയിലുള്ള അപ്പോസ്തലൻ, അതുപോലെ തന്നെ ടിജോ എന്ന് പറയുന്ന ഇപ്പോൾ കാക്കനാട്ട് താമസിക്കുന്ന മറ്റേ ദുബൈയിൽ പോയി പെണ്ണ് പിടിക്കപ്പെട്ട നമ്മുടെ ടിജോ ഭയങ്കര പ്രവാചകനാണ്. അതൊന്ന് ടിജോ എന്ന് പറഞ്ഞാൽ ഫോറൻസിക് പാച്ചർ എന്നാണ് അറിയപ്പെടുന്നത്. അതായത് തങ്കമ്മയുടെ വീടിന്റെ ചുറ്റുമുള്ള വേലിയുടെ കൃത്യമായ എണ്ണം വരെ പുള്ളി ഒരു ദിവസം പ്രവചിച്ചു. ഡിജിറ്റൽ സർവേ പോലെ തോന്നുന്ന അയാളുടെ സംഭവമാണ്. അന്നേരം അയാളെങ്കിലും വരുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചു. അതുപോലെ തന്നെ വാഴമുട്ടം ബിനു, അതുപോലെ തന്നെ നമ്മുടെ പാണ്ഡൻ താരു, ഇനിയും ഇതുപോലെ ധാരാളം മഴകളുണ്ട്. അതുപോലെ തീവട്ടി തങ്കു, തോമസ് കുട്ടി ബ്രദറ്, അതുപോലെ തന്നെ അനീഷ് കാവാലം ഇങ്ങനെ പ്രവചനത്തൊന്നും പോകത്തില്ല. പുള്ളിക്ക് ഇങ്ങനെ പ്രാർത്ഥനയും ഓടക്കുഴൽ വായനയും ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ പുള്ളിക്കുള്ളൂ. അന്നേരം പുള്ളി പ്രവചിച്ചുള്ള പരിപാടികൾക്കൊന്നും പുള്ളി പോകത്തില്ല. അതുപോലെ തന്നെ ഇനിയും ഐറ്റിപ്പഴമുണ്ടല്ലോ, ഒരുപാടുണ്ട്. അതേപോലെ ഈ പ്രഖ്യാപിത സഭകളിലെ മെത്രാന്മാർക്ക് മാത്രം ഇതുപോലത്തെ കട്ടിപ്പണികളൊന്നും അവരെടുക്കൂല. അവന്മാരെ സംബന്ധിച്ചുള്ള അവന്മാരെ വല്ല സ്വർഗവുമായിട്ടുള്ള ഡയറക്റ്റുള്ള കമ്മ്യൂണിക്കേഷൻസ് ഒക്കെ, അന്നേരം അവന്മാർ ഇതുപോലുള്ള ചെറിയ പരിപാടികളൊന്നും അവരെടുത്തില്ല. അവരുടെ കയ്യാളുകളെയൊക്കെ അവർ വിടത്തുള്ളൂ. അതുകൊണ്ട് വേണമെങ്കിൽ നിങ്ങൾക്കും വരാം, ഏത് മെത്രാനും ഏത് ബിഷപ്പനും ഏത് കന്യാസ്ത്രീക്കും ഈ പ്രവചനത്തിൽ പങ്കെടുക്കാം, ആർക്കും വരാം. അതുകൊണ്ട് ഇനി മണിക്കൂറുകൾ മാത്രമാണ് അവശേഷിക്കുന്നത്. ഇതുപോലൊരു അവസാനം നിന്റെ ഒന്നും ജീവിതത്തിൽ ഇനി കിട്ടത്തില്ല എന്ന് കരുതി ഇതിനെ ഒരു മികച്ച അവസരമാക്കി ഉപയോഗിക്കുക. അതുകൊണ്ട് ഇനിയും നമുക്ക് പറയണത് വളരെ ചുരുങ്ങിയ സമയം മാത്രമേ, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് 1 കോടി രൂപയാണ് ഐറ്റ് ന്യൂസ് നിങ്ങൾക്ക് സമ്മാനമായി നൽകാൻ പോകുന്നത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഞങ്ങളെ ശ്രമിക്കുന്ന ലോകമെമ്പാടുമുള്ള കൂദാശ കുർബാന തൊപ്പിത്തൊഴിലാളികൾ, പ്രവാചകന്മാർ, അപ്പോസ്തലന്മാർ, സകലവന്മാർക്കും ഈ മത്സരത്തിൽ പങ്കെടുക്കാം. ചുരുങ്ങിയ സമയം മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. ഒന്ന് മനസ്സിരുത്തിയാൽ, ഒന്ന് കണ്ണടച്ച് ആത്മാർത്ഥമായിട്ട് നിങ്ങളുടെ ആ സകല കഴിവുകളെ ഒന്ന് കുടഞ്ഞ് പുറത്തിട്ടാൽ കിട്ടാൻ പോകുന്നത് 1-2 അല്ല, 1 കോടി രൂപയാണ്. അപ്പോൾ എത്രയും വേഗം പ്രവചിച്ചാട്ടെ. അതെ, ഈ ജാതി മത വ്യത്യാസമില്ലാതെ ആത്മീയ വ്യാപാരികൾ, ആത്മീയ രംഗത്ത് നിൽക്കുന്ന പ്രവചനവുമായി ബന്ധപ്പെട്ട കഴിവുള്ള ആർക്കും ഈ മത്സരത്തിൽ വളരെ സിമ്പിളായിട്ട് പങ്കെടുക്കാവുന്നതേ ഉള്ളൂ. കാത്തിരിക്കുന്നത് 1 കോടി രൂപയുമാണ്. അതുപോലെ സകല വിഷയത്തിൽ ഇവർ കയറി പ്രവചനം നടത്തുന്നു. സകല വിഷയങ്ങളിലും ഭൂതം പ്രവചിക്കും, ഭാവി പ്രവചിക്കും, ജോലി എപ്പോൾ കിട്ടുമെന്ന് പറയും, അതുപോലെ കല്യാണം വരും, എപ്പം മരിക്കും, എന്തൊക്കെ നേട്ടങ്ങൾ ഉണ്ടാവാൻ പോകുന്നു, അതുപോലെ ഏത് രാജ്യത്തേക്കാണ് മക്കൾ പോകാൻ പോകുന്നത്, സകലതും പ്രവചിക്കുന്ന ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർ യാതൊരു കാരണവശാലും ഇതുപോലൊരു സന്നിഗ്ധ ഘട്ടത്തിലും മിണ്ടാതിരിക്കരുത്. കാരണം ലോകമെമ്പാടുമുള്ള മലയാളികൾ ശ്വാസം മുട്ടിയിരിക്കുക. ആരായിരിക്കും വിജയിക്കുന്നത്, തങ്ങളുടെ മണ്ഡലത്തിൽ ആര് വിജയിക്കും, ആര് മന്ത്രിമാരാകും, ആര് മുഖ്യമന്ത്രിയാകും, ആര് സ്പീക്കറാകും, ഭയങ്കര ആകാംക്ഷയോടുകൂടിയിരിക്കുക. അതൊന്നും വിശ്വാസയോഗ്യമല്ല. പക്ഷെ ഇവര് പ്രവചിച്ച അത് അച്ചട്ടായിരിക്കും. ദൈവത്തിന്റെ ദൂതാണല്ലേ. കൃത്യമായിട്ടുള്ള ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ, മിഡിൽമെൻ ഒന്നും ഇല്ലാതെ ഇവര് കയ്യോടെ അതിങ്ങനെ പിടിച്ചത് നമുക്ക് ഇട്ട് തന്നു കഴിഞ്ഞാൽ കാര്യം എളുപ്പമായി. ഈ എക്സിറ്റ് പോളുകാരന്മാരുടെയും ഈ മറ്റേ സർവേ നടത്തുന്നതിൻ്റെയൊക്കെ അവരുടെ കട പൂട്ടി കാണണം. അതുകൊണ്ട് നിങ്ങളൊന്ന് മനസ്സ് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം സാധ്യമാകും. അതുകൊണ്ട് എത്രയും വേഗം പ്രവചിച്ചാട്ടെ. അതെ, എത്രയും വേഗം പ്രവചിക്കൂ. നമ്പർ നേരത്തെ പറഞ്ഞ് ഞങ്ങൾ എഴുതി കാണിക്കുക സ്ക്രീനിന് താഴെ. ആ നമ്പറിലേക്ക് നിങ്ങളുടെ പ്രവചനം അയക്കൂ. 1 കോടി രൂപയാണ് കാത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കാണാം. i2i ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.
നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക. i2i News, an eye for truth.